കുട്ടിയുടെ പേരെന്താ? കുട്ടിയെ ഇഷ്ടായിരിക്കണു. ആദ്യം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. മാതൃകാ ഭാര്യ അങ്ങനെ പറയലില്ല. ഈ മുറ്റത്താണ് നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്നത്. ശങ്കരൻ തമ്പീരെ പോലെ നിൽക്കണ കണ്ടില്ലേ? അയ്യടാ ഒരു പൂതി. കപ്പയും മത്തങ്ങയും പുഴുക്ക്, അതാണ് കേട്ടോ ഇപ്പൊ ചെയ്യണത്. നീ ആ തമ്പുരാട്ടി കൊച്ചിനെ പേരെടുത്ത് വിളിക്കാനും തുടങ്ങിയോ? ഇതെവിടെ ചെന്ന് അവസാനിക്കെന്റെ ഭഗവാനെ? കൊച്ചുവാവയ്ക്ക് വാറ്റാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല. അടിപൊളി രസല്ലേ? പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞങ്ങളുടെ അധോലോകത്തിൻ്റെ അടുത്ത ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഒരു നാടകം. ആ നാടകത്തിൻ്റെ റിഹേഴ്സലാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നത്. റിഹേഴ്സലിൽ ഇവർ അധികം മുന്നോട്ട് പോയിട്ടൊന്നുമില്ല, ഒന്നോ രണ്ടോ കുഞ്ഞ് റിഹേഴ്സൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മുറ്റത്താണ് നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്നത്. അപ്പം മുറ്റത്ത് റിഹേഴ്സൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഉച്ചയ്ക്കുള്ള ചോറും കൂട്ടാനൊക്കെ ഇവിടെ തന്നെ വയ്ക്കുന്നുണ്ട്. അവിടെ അരിയിൽ ചോറ് വെച്ചിട്ടുണ്ട്. അല്ല, അരിയിൽ ചോറ് വെച്ചിട്ടുണ്ടെന്നല്ല, കലത്തിൽ അരി വെച്ചിട്ട് ചോറാക്കുന്നുണ്ട്. നമ്മുടെ ഉദയൻ നമ്മുടെ ഒറ്റക്കൊമ്പെന്ന് പറഞ്ഞ സിനിമയിൽ പാലയിൽ പോയിട്ട് 2-3 ദിവസത്തെ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തിട്ട് ഇപ്പോൾ അല്പം സമയം കിട്ടിയപ്പോൾ നമ്മുടെ കാട്ടുകുതിര എന്ന് പറഞ്ഞാൽ ഈ നാടകത്തിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നത് ഉദയൻ. പിന്നെ ജയന്തി അവിടെ ഇരിക്കുന്നു. പ്രേമൻ ഇവിടെ സംവിധായകനായിട്ട് കണ്ട മറ്റേ ഈ ശങ്കരൻ തമ്പീരെ പോലെ നിൽക്കണ് കണ്ടില്ലേ? വടിയെ കുത്തി അല്ല മറ്റേ കൊടയെ കുത്തി പിടിച്ചിട്ട്. അത് ശ്രീരാമ പിന്നെ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ദിനേശൻ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ സ്നേഹാലിജി, പുറത്തി കല്യാണിയായിട്ട് അഭിനയിക്കുന്നത് സ്നേഹാലിജിയാണ്. അത് നമ്മളിവിടെ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നു. അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കേട്ടാ ഇവർക്കുള്ള ചോറ് ഉച്ചയ്ക്കുള്ളത്. പിന്നെ സരിത പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയിരിക്കുകയാണ്. സരിത ഇപ്പോൾ വരും മ്യൂസിക് ചെയ്യാനായിട്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ജയന്തി ഈ ചോറിലേക്ക് കൂട്ടി കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ ജയന്തിയുടെ സാമ്പാറും പിന്നെ ഒരു കൂട്ടുകറിയും വെക്കുന്നുണ്ട് ജയന്തി. അപ്പോൾ പണിയെടുത്ത് ജയന്തി ചാവുന്നു ഇവിടെ. അപ്പൊ നമുക്ക് റിഹേഴ്സലിങ്ങനെ പോവാം. കേക്കണാ വിശേഷം എല്ലാം കേക്കണാ. ഇതാര്? പുറത്ത് കല്യാണിയാ? അല്ല അല്ല, പുറത്തി കല്യാണി അല്ല. ഇപ്പൊ എന്താ വന്നെന്റെ കാര്യം? മുത്തമ്മാളിയാലെ പെണ്ണ് പഠിക്കാൻ പോയി. എനിക്ക് കേക്കണ്ട. കേക്കുന്നേ. എന്തിന്? പഠിക്കാൻ പോയ പെണ്ണ് വീട്ടിൽ വന്നപ്പോ പെണ്ണിന്റെ വയറ്റിൽ ഒരു കൊച്ച് വിഴുങ്ങിയതാവും. പെണ്ണറിയാണ്ടോ? ആ വിഴുങ്ങിയതാവും. വിഴുങ്ങിയതാണോ പുഴുങ്ങിയതാണോന്നൊന്നും എനിക്കറിയാൻ മേല. ദേ അവിടെ പെണ്ണിന്റെ തന്തയും തള്ളിയും പെണ്ണിനെ എടുത്തിട്ട് അലക്കണ്. അത് കഷ്ടായില്ലോ. പണിക്കർ അദ്ദേഹത്തിന്റെ ദുബായിൽ പോയ മകാൻ വന്നു. വാർത്ത നമ്പർ 2. ദേ അതിനും നമ്പർ ഇട്ട്. ഉടനെ നമ്പർ ഇട്ട്. ഹലോ മിസ്റ്റർ. ഉടനെ നമ്പർ ഇട്ട്. മിസ്റ്റർ. ഭാര്യയും 2 മക്കളും വീട്ടിലുണ്ട്. ചെക്കൻ വന്നപ്പോ കൂടെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ലെന്ന് ചെക്കൻ. കല്യാണം കഴിച്ചതാണെന്ന് പെണ്ണ്. ചെക്കൻ എന്നാ ചെയ്യും? അതും കൂടി കല്യാണം തന്നെ അങ്ങോട്ട് പറഞ്ഞോളൂ. അതൊക്കെ പെണ്ണുങ്ങൾ ചതിക്കാൻ നോക്കുമ്പോ ഓർക്കണായിരുന്നു. അതിനിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നോട് ഇപ്പൊ ഇതൊക്കെ എന്തിനാ പറയണേ? ഞാനാണോ കല്യാണി ചതിച്ചത്? പോട്ടെ. ഞാനല്ലോ ചതിച്ചത്, ആ പയ്യനല്ലേ. ഞാൻ ചതിക്കില്ല. അതൊക്കെ പോട്ടെ. എടുത്തേ. ഞാൻ എടുക്കാന്ന് പറഞ്ഞാ ഞാൻ എടുത്താ പൊന്തുവോ? അയ്യടാ ഒരു പൂതി. ചായക്കടക്കാരൻ നിങ്ങളെ പിടിച്ചു വെച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശെടുക്കാനാ പറഞ്ഞത്. പതുക്കെ പറ കല്യാണി. എന്നാലേ കാശെടുക്ക. സത്യം പറയാലോ കല്യാണി, കാശ് തരണമെന്ന് കലശലായ ആശയുണ്ടേ. എന്നാലോ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. നാടുണ്ടോ തനിക്കിത് പറയാൻ? കാട്ടുകുതിര നാടകത്തിന്റെ റിഹേഴ്സൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയന്തേച്ചി കൊച്ചുവാവയുടെ ഭാര്യയായിട്ടുള്ള മങ്ക എന്ന് പറയുന്ന ഒരു സുപ്രധാനമായ കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ റിഹേഴ്സലിൻ്റെ ഇടയിൽ കൂട്ടാൻ വയ്ക്കാൻ വന്നേക്കാം. ഒരു സാമ്പാറും പിന്നെ കൊള്ളിയും മത്തങ്ങയും കൂടി ചേർത്തിട്ട് ഒരു പുഴുക്ക് ജയന്തി ചേച്ചി ഉണ്ടാക്കും. ജയന്തി ചേച്ചി സ്പെഷ്യൽ അതുമാണ് നമ്മുടെ ഇന്ന് ഉച്ചക്കിലേക്കുള്ള കറി. ചോറ് ദേ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയധികം പേർക്ക് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കണേക്കാളും നല്ലതല്ലേ? ഇതിപ്പോ റിഹേഴ്സലിന്റെ ഇടയിൽ ഇതിവിടെ ആയിക്കോളും അല്ലേ? ചേച്ചിക്കാണെങ്കിൽ പപ്പടം കാച്ചണ സമയം മതി ഇതൊക്കെ ഉണ്ടാക്കാൻ. ഞാനിവിടെ വെറുതെ തമാശക്ക് അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം.
എന്തെങ്കിലും കൈ കൊണ്ട് വല്ല സഹായമൊക്കെ ചെയ്യണേ ചെയ്തുതരാം. സാമ്പാറുള്ള കഷ്ണങ്ങൾ കംപ്ലീറ്റ് നുറുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് ചെയ്യാൻ വേണ്ട. ഓ അത്രേ ഉണ്ടല്ലേ. ആ പരിപ്പ് ആ അരി വെന്ത് കഴിഞ്ഞാൽ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് സാമ്പാർ വേറെ ശരിയാക്കാം. അപ്പളേ അപ്പൊ ഇവരവിടെ റിഹേഴ്സൽ ചെയ്യുമ്പോ ഇവിടെ പാചകം ചെയ്യുമ്പോ ഡയലോഗ് ചിലപ്പോ കേക്കില്ല, അവരെ കയറി പിടിക്കും. അപ്പൊ ഇവരെയും കൊണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലഹള കേൾക്കണ പോലെ നിങ്ങൾക്ക് തോന്നും, അരോചകമായിട്ട് തോന്നും ചിലപ്പോ. ലഹളയല്ല. അതെ ലഹളയല്ല, അത് റിഹേഴ്സലാണ്. അപ്പൊ ആ സൈഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. മാച്ച് ഇറക്കാം. ഒരു കഷ്ണം തുറക്കണം, മത്തങ്ങയും കൊള്ളി നന്നാക്കി ഇറക്കാം. അതത്ര പോരെ ക്ലീൻ ആക്കി. നീയാണോ കഴിക്കണമെന്ന്? അപ്പൊ ഞങ്ങള് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പോന്നു, കാരണം അവിടെ റിഹേഴ്സലിന്റെ ലഹളയുള്ളത് കൊണ്ട്. അപ്പൊ സാമ്പാറും ഇതും ഒരേ സമയം വെക്കേണ്ട. സാമ്പാർ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരു വട്ടം, അതിന്റെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ജയന്തി ചേച്ചി സ്പെഷ്യൽ സാമ്പാർ എങ്ങനെയാന്നുള്ളത്. അപ്പൊ അത് ജസ്റ്റിന്റെ ഒപ്പം ചെയ്തു പോവും. ഞാൻ വെറുതെ ഒന്ന് പറയാം, പരിപ്പും കായും ഒരു കഷ്ണം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതേ അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. അതാണ് ആദ്യത്തെ പരിപാടി. ഇനി ഇതിന്റെ പേരെന്തുട്ട് ചേച്ചിയെ? കൊള്ളിയും പുഴുക്ക്. കൊള്ളി മത്തങ്ങ. ആ കപ്പയും മത്തങ്ങയും പുഴുക്ക്, അതാണ് കേട്ടോ ഇപ്പം ചെയ്യണത്. ഇതിലേക്ക് ഒരു സൈഡ് ഡിഷായിട്ട് സാമ്പാറിൻ്റെ ഒപ്പം. അപ്പം അതിൽ കപ്പ നന്നാക്കി കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അതിലേക്ക് അത് കുക്കറിലാണ് വേവിക്കണം കേട്ടോ. അതിൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് എന്തിട്ടേക്ക് ഇടാം. ആ ഇട്ടോ ചേച്ചി ഇടുക, എന്തോരം ഇതും വേണം. മഞ്ഞൾപ്പൊടി ഇടുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര സ്പീഡാണ് കേട്ടോ പാചകം, നമുക്ക് വളരെ സൂക്ഷിച്ച് നിന്നാൽ മാത്രമേ കാണുള്ളൂ. ഉപ്പിടുന്നു. ആ അപ്പം മഞ്ഞൾപ്പൊടി ഇളക്കണ്ടേ? അത് ഇതായിക്കോളും. അത് ഇതായിക്കോളും, ഇളക്കൊന്നും വേണ്ട. അപ്പോൾ തീയ അങ്ങനെ രണ്ടും ഒരേ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേങ്ങയും കൂടി കിട്ടിയ വറക്കായിരുന്നു. തേങ്ങ തീ അവിടെ ചെരുകണ സൗണ്ടൊക്കെ ഉണ്ട്. ഈ കപ്പയിലേക്കുള്ള മത്തങ്ങയാണ് ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കഷ്ണങ്ങളാക്കി വെച്ചു. പിന്നെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളാണിത്. കുമ്പളങ്ങയുണ്ട്, മത്തങ്ങയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ സബോളയുണ്ട്. ക്യാരറ്റ് വേണല്ലേ? ക്യാരറ്റ് വേണമെന്നില്ലേ? ഇല്ലേ അല്ലേ ഇല്ലേ, ക്യാരറ്റ് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ കഷ്ണമാക്കി ഇടാം. സൂപ്പാണല്ലോ സാമ്പാർ. അതെ സാമ്പാർ വെജിറ്റബിൾ സൂപ്പാണ്. ആ അപ്പോൾ ക്യാരറ്റ് വേണേൽ രണ്ടെണ്ണയിൽ നുറുക്കിയിടാം. വെണ്ടയ്ക്ക് പിന്നെ മുരിങ്ങക്കായും ഇല്ല, വെണ്ടക്കായും തക്കാളിയും ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. നീ അവിടെ നിന്നാ, നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീയും ആ കോലോത്തെ തമ്പുരാട്ടി കൊച്ചായിട്ട് സ്നേഹത്തിലാണാ? ഓ ഇതിപ്പോ ഇത്ര വലിയ കാര്യമാണോ അമ്മേ? വലുതോ ചെറുതോ ആയിക്കോട്ടെ, സ്നേഹാണാ? അമ്മയുടെ ഒരു വാശി. ശരി, സ്നേഹാണ്. നീ ഇതെന്ത് ഭാവിച്ചാണ് മോനെ? അവരൊക്കെ വലിയ ആളുകളാ. ആ കോലം നശിച്ചു പോയെങ്കിലും അവരൊക്കെ തമ്പുരാക്കന്മാരാ. അതൊക്കെ ആ കാലൊക്കെ പോയില്ല അമ്മേ. ലത എനിക്ക് ഇഷ്ടമാണ്. ലതക്കെന്നെയും. ലതയോ? അതെ, കോലത്തെ കുട്ടി ചാരുലത. എന്റെ ദൈവമേ, നീ ആ തമ്പുരാട്ടി കൊച്ചിനെ പേരെടുത്ത് വിളിക്കാനും തുടങ്ങിയ? ഇതെവിടെ ചെന്ന് അവസാനിക്ക എന്റെ ഭഗവാനെ? അച്ഛന് ഇതറിഞ്ഞവിടെ ഭൂകമ്പായിരിക്കും. അവൻ പറഞ്ഞു, എന്റെ അച്ഛന് ഇതറിഞ്ഞ ഭൂകമ്പായിരിക്കും. ഒന്നും സംഭവിക്കില്ല, അമ്മ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. നടക്കണ കാര്യമാണോ മോനെ ഇത്? അച്ഛന്റെ സ്വഭാവം നിനക്കറിയാല. എല്ലാരും സമ്മതിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ മോനെ, നീ ഞങ്ങൾക്ക് ഒറ്റ മകനാണ്. അതുകൊണ്ടല്ലേ സമ്മതിക്കാൻ പറഞ്ഞേ. ഞാൻ സമ്മതിച്ചാ മതിയാ? മന്റെ അച്ഛൻ സമ്മതിക്കണ്ടേ? നമ്മോട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇനി എന്നെ വിഷമിപ്പിക്കാനായിരിക്കും പാവം. പറയേ. അച്ഛൻ കോലോട്ടിട്ട് വാറ്റാൻ പോകുന്നു. എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കണത്? അവ്വ, എന്താണ് അമ്മയും മോനും കൂടെ ഒരു ശിങ്കാരം? അമ്മയും മോനും കൂടെയാണോ ശൃംഗരിക്കണത്? തെറ്റിയ എന്നാ വിട്ടേക്കണ്. എടാ മോനെ മോഹനചന്ദ്ര, നീ ഇന്ന് കാളാജിലൊന്നും പോകുന്നില്ലേടാ? നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതിനെന്തിനാണ് മങ്കെ? ഒരു മുഖവീര പറഞ്ഞാട്ടെ. നിങ്ങൾ ആ കോലോത്തിട്ട് ചാരയെ മാറ്റാൻ പോണെന്ന് കേട്ടല്ല, നേരാണാ? നിങ്ങൾ എന്താണ് എന്നെ ഇങ്ങനെ നോക്കണത്? ഞാൻ ചോദിച്ചത് കേട്ടായേ? നിങ്ങൾ അവിടെ ഇട്ട് ചാരയെ മാറ്റാൻ പോണുണ്ടാ? എടോ സാറേ, എഴുന്നേരുന്നില്ലടോ. ദേ എഴുന്നേറ്റ് നിൽക്കടോ. നമ്മളതേ വിസ്തരിക്കാൻ പോവുകയാണ്. മന്ത്രി മങ്കമ്മാമ പുതിയ എക്സൈസ് മന്ത്രിയാണ്. അയ്യോ, ഇതാരപ്പ? എക്സൈസ് ഇൻസ്പെക്ടറാ. നിങ്ങൾ അവിടെ ഇട്ട് ചാരായ മാറ്റാൻ പോണണ്ടാ? ആ തമ്പുരാട്ടിമാർക്ക് അവിടെ കഴിഞ്ഞുകൂടണ്ടേ? വേറെ വല്ലയിടത്തും കൊണ്ടിട്ട് മാറ്റാൻ മേലെ?
എങ്കിൽ ഞാൻ പറയണില്ല. ഓ അച്ചായേ, എങ്കിൽ ഞാൻ പറയണില്ല. എന്നാങ്കിലും ഒന്ന് പറയാന്ന് വെച്ചാ അപ്പോഴേക്ക് കൊച്ചാക്കണ സ്വഭാവേ കയ്യിലുള്ളൂ. എടി മങ്കേ, പഴഞ്ചമ്മങ്കേ, വാറ്റാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, കൊച്ചുവാവയ്ക്ക് വാറ്റാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ആ കോവിലകത്ത വലിയ തമ്പുരാൻ കിടന്നുറങ്ങിയ മുറിയിൽ തന്നെ ഇട്ട് കൊച്ചുവാവയ്ക്ക് ചാരായം മാറ്റണം. എടാ മണ്ട, മഹാനെ, മോഹനേന്ദ്ര, എടാ നീ എന്തിനാടാ ഇതൊക്കെ തിരക്കണത്? ഞാൻ ചാരായം മാറ്റണത് നിനക്ക് കാശുണ്ടാക്കാൻ കൂടിയിട്ടല്ലേടാ. ഞാൻ ചാരായം മാറ്റണത് നിനക്കും കൂടി വേണ്ടിയിട്ടല്ലേടാ. എനിക്ക് ആ കാശ് വേണ്ട. അപ്പോഴോ അതാണ് ഹ, അതാണ്. ആ, ദാ. ആ, റെഡി. എനിക്ക് ആ കാശ് വേണ്ടെങ്കിലോ? ഡിം. അതാണ്. എടോ, ചില കൊച്ചുകുട്ടികൾ ചോറ് തിന്നാൻ പറഞ്ഞാൽ തിന്നുകയല്ല, മരുന്ന് കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കുകയല്ല, പാല് കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കുകയല്ല. ഇവരെയൊക്കെ ഇത് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അച്ഛനെയും അമ്മേനെയും ഒക്കെ സൃഷ്ടിച്ചേക്കണത്. അല്ലയോടോ സാറേ? അച്ഛൻ അവിടെ ഇട്ട് മാറ്റിയാ അവിടെ താമസിക്കുന്നവരൊക്കെ എവിടെ പോകുന്ന? ഔവ്വേ, അക്കാര്യത്തിൽ നിന്റെ വയറിളകാൻ കാര്യം അല്ല. അവിടെ ഇപ്പൊ ആരൊക്കെയാണ് താമതം? മകനെ, അവിടെ ആരൊക്കെ? അല്ല മകാനെ, ഇപ്പൊ അവിടെ ആരൊക്കെയാണ് താമതം? അല്ല, ആരാണ് താമസിക്കണെന്ന്? അവിടെ ആരൊക്കെയാണ് താമസിക്കണേന്ന് അവനെങ്ങനെ അറിയാം? അവിടെ ആ തമ്പുരാട്ടിമാരൊക്കെ ഇല്ലേ? ഉണ്ടടി, ഉണ്ട്. ആ തമ്പുരാട്ടിമാരെ ഞാൻ അവിടെ നിന്ന് പുകച്ച് പുറത്ത് അടിക്കും. അതിന് തന്നെയാണടി ഞാൻ അവിടെ ഇട്ട് ചാരായം മാറ്റണത്. അച്ഛനെന്ത് ഭ്രാന്തായി പറയണേ? എടി മങ്കേ, ഓൾഡ് മങ്കേ പൊളിച്ചത്. എടി മങ്കേ, പഴഞ്ചമ്മങ്കേ, ആ തമ്പുരാട്ടിമാരെ ഞാൻ അവിടെ നിന്ന് ചാടിക്കാൻ പോണേൻ്റെ കാര്യം നിനക്കറിയാൻ മേലെ. ചിലപ്പോൾ നിന്റെ പുന്നാര മകൻ അറിയാൻ മേലായിരിക്കും, ഈ സാറിനും അറിയാൻ മേലായിരിക്കും. മേലേ കോലോത്തിൻ്റെ ആയ കാലം എന്ന് വെച്ചാൽ തിളച്ച് നിൽക്കണ കാലം. എൻ്റെ അച്ഛൻ ചെത്തുകാരനായിരുന്നു, കൊച്ചുരാമൻ. നല്ല ഒത്ത ആളായിരുന്നു, നല്ല നിറവും. ഞാൻ ഈ പറയണത് ഞാൻ ജനിച്ചതിനും ശേഷമുള്ള കഥയാണ് കേട്ടാ. കേട്ടാ മതി, മൂളണ്ട. അച്ഛനൊരു ദിവസം തെങ്ങി ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരതേ അല്ലേല് കോലോത്തിൻ്റെ കുളത്തേൽ ഒരു ശബ്ദം. നോക്കിയപ്പോൾ എന്നതാ? ഇപ്പൊ ഒരു തമ്പുരാട്ടി ഈ കോലോത്ത് പൊങ്ങാവാദം പിടിച്ച് കിടക്കണില്ലേ, മനോരമ തമ്പുരാട്ടി. സേമിയ പായസം. എന്റെ പേര് സേമിയ പായസത്തിന്റെ അല്ല, നിന്റെ കുട്ടിയുടെ പേരെന്താ? കുട്ടിയെ ഇഷ്ടായിരിക്കണു. ഈ ഡയലോഗ് ഒന്നും പറ്റില്ല. ഈ ഡയലോഗ് ജീവിതകാലം മാറ്റാൻ പറ്റില്ല. ഇത് ലോകമുള്ളടത്തോളം നല്ല ഡയലോഗ്. ഇത് ജയന്തിച്ച് കൊണ്ടുവന്ന പായസാണ് കേട്ടാ. അതെ, ഗിരീഷ് ഏട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതിന്റെ വകയായിട്ട് ജയന്തിച്ച് കൊണ്ടുവന്നതാണ്. ഇതാണ് ഉണ്ടാക്കി കൊടുക്കുന്ന സന്തോഷം. നീ കഴിക്കില്ലേ ഈ പായസം? നീ പായസം കഴിക്കില്ലടാ. എന്തേ? അപ്പൊ അവിടെ വെച്ചു കഴിക്കും. ഇതിന്റെ ഇടയിൽ ഗംഭീരമായൊരു മഴയൊക്കെ കഴിഞ്ഞു കേട്ടാ. അപ്പോൾ എല്ലാം കൊണ്ട് അകത്തി കൊണ്ടുപോയി. സാമ്പാർ ഞാൻ അകത്ത് വെച്ചു. കാരണം അത് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയണം നമ്മൾ സാമ്പാർ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കാണിക്കണമല്ലോ, അതുകൊണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഒരു വിസിലടിച്ചിട്ട് തുറന്നു. അപ്പോൾ അതേ കൊള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മത്തങ്ങ ഇടണം. മഞ്ഞപ്പൊടിയും ഉപ്പ് നേരത്തെ ഇട്ടതല്ലേ, അപ്പം ഇത് വേണ്ട. മത്തങ്ങ താനൊരു സാമ്പാറും കൂടി വെക്കേണ്ടി വരുമോ? എന്താ അപ്പം അധികമാവൂ. അത് ബാക്കി വെച്ചത് അവിടെ അല്ല, ബാക്കി അവിടെ ഇരുന്നോട്ടെ. നമുക്ക് വേറെ വല്ല കൂട്ടാൻ നാളെ വയ്ക്കാം. പയറും മത്തങ്ങ എലിശ്ശേരി വയ്ക്കാം. അപ്പൊ അത്ര വേണ്ട അല്ലേ? അല്ല, അതിലേക്ക് ആവശ്യം എടുത്തോ. വേണ്ടേ? മത്തങ്ങ അരിഞ്ഞ വെച്ചത് അധികം, അപ്പൊ അതേ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ നാളെ മത്തങ്ങ പയർ എലിശ്ശേരി വയ്ക്കും. ഇളക്കട്ടെ. ഇത് വിസിലടിക്കണം വീണ്ടും. ഒന്ന് ചൂടായിക്കോട്ടെ, എന്താവണ്ടേ? ഒന്ന് ഇളക്കട്ടെ. എന്ന് വെച്ചാ കൊള്ളി അടിയിലെങ്ങാനും പിടിച്ചാലോ. വെള്ളമുണ്ട്. കൊള്ളി നന്നായി വെന്തുണ്ട് കേട്ടാ. ഉള്ളിയും മത്തങ്ങ കൂടിയിട്ടുള്ളൊരു പുഴുക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഈ സമയം കൊണ്ട് നമുക്ക് നാളികേരം കുറച്ച് ഇതിലേക്ക് അരയ്ക്കണം. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇത് ഇറക്കി വെക്കും. ചേച്ചിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വയ്ക്കാറുള്ളൂ. ഇന്നിപ്പോ ഗിരീഷ് ഏട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് സേമിയ പായസം ഉണ്ടാക്കി. ഗിരീഷ് ഏട്ടന് ഇഷ്ടമില്ലല്ലോ? വലിയ ഇഷ്ടമില്ല. ഗിരീഷ് ഏട്ടന് വലിയ ഇഷ്ടമൊന്നുമില്ല സേമിയ പായസം. പക്ഷെ ചേച്ചിക്ക് ഇഷ്ടമാണോ? ചേച്ചി അതാ വയ്ക്കുള്ളോ? ആദ്യം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. മാതൃകാ ഭാര്യ. ഇതിലേക്ക് ഇത്രക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. സാധനം ഉണ്ടല്ലോ, കൊള്ളിയും കുറെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ നാളികേരം എടുത്തിട്ടുണ്ട്. ജീരകം എന്തോരം വേണം? കുറച്ചിട്ടോ.
ആ മതിയാ? ഇത്രയ്ക്ക് ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് പച്ചമുളകാണ്. ആ ചുമപ്പ് കിട്ടോ, നല്ല എരിവ് ഉണ്ടായിക്കോട്ടെ, ചൊടി ഉണ്ടായിക്കോട്ടെ. വേറെ മുളക് പൊടിയൊന്നും ഇത് ഇട്ടിട്ടില്ല. മുഴുവൻ എടുക്കണ? ആ ഏകദേശം എടുത്തോ. അതെ. അപ്പൊ ശരി. അപ്പൊ ഇതൊക്കെ കളയാം, ഞാൻ കളഞ്ഞോളാം. അപ്പൊ ഇതൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരയണ്ടല്ലോ? വേണ്ട വേണ്ട, നന്നായിട്ട് അറിയണ്ട, വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കണ്ട. അപ്പൊ ഞാൻ അങ്ങനെ അരച്ചു കൊണ്ടുവരാട്ടാ. ഇത് അടച്ചിട്ടുണ്ട്. ഇത് അരച്ചിട്ട് വരാം. മത്തങ്ങിട്ടിട്ട് വിസിലടിച്ചിട്ടില്ല കേട്ടാ. വിസിലടിക്കാറായപ്പോ ഓഫാക്കി. എന്നിട്ട് ഇതിന്റെ സ്റ്റീം പോവാൻ വെച്ചിട്ട് ഇതേ തുറക്കാണ്. ജയന്തേച്ചിക്ക് അറിയണ്ടായിരുന്നില്ല ഈ കൊള്ളി ഇങ്ങനെ എത്രയും നന്നായിട്ട് വേവണതാന്ന്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ വേറെ മാറ്റി ഒരുമിച്ചിട്ടേനെ. കൊള്ളിയും മത്തങ്ങയും ഒരുമിച്ചിട്ടേനെ. ഇതിപ്പോ കൊള്ളി വെന്തു, മത്തങ്ങ വന്നിട്ടില്ല ചേച്ചിയെ. കണ്ടാ വന്നിട്ടില്ലല്ലോ? ആവണം, കുറച്ചും കൂടി ആവണം. മത്തങ്ങ കൊള്ളി വെന്ത് ഉടയും ചെയ്തു. മത്തങ്ങ കടിക്കുന്നത് സ്വാദ് തന്നെയാണ്. ഇഷ്ടമാണെങ്കിൽ ഓക്കെ. അതെ, മത്തങ്ങ പച്ചക്ക് കഴിക്കുമല്ലോ. അപ്പൊ കുഴപ്പമില്ലേ? കുഴപ്പമില്ല, ഒന്ന് അടച്ചു വെച്ചാൽ മതി. മത്തങ്ങക്ക് വേവാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇത് നമ്മളെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ. ഇനി ഇതിലേക്ക് നാളികേരവും ഇതും കൂടി അരച്ച് കൊണ്ടുവന്ന് ചേർക്കാൻ പോവാണ്. കഴുകി എടുത്തോ കേട്ടോ കറിവേപ്പില. വേപ്പിന്റെ ഇല ഇട്ടു. ഇനി ഇത് അരപ്പ് ചേർക്കുന്നു. ജസ്റ്റ് ഒന്ന് തയ്യാൻ മതിട്ടോ. തേങ്ങ വേവണ്ട, തേങ്ങ ചൂടായാൽ മതി. ആണോ? അപ്പൊ തീ കെടുത്താ അതിന്റെ ചൂട് മതി. ശരിക്കും നമ്മൾ അവിയലിലും തേങ്ങ ഇതാക്കില്ലല്ലോ. ഓ, ഞങ്ങള് അതൊക്കെ ഇട്ടിട്ട് ഇതിപ്പോ നമ്മുടെ ചോറുണ്ണുമ്പോ കംപ്ലീറ്റ് മഞ്ഞ കളറിലെ കൂട്ടാനില്ലായില്ലോ. സാമ്പാർ മഞ്ഞ, ഇത് മഞ്ഞ, പപ്പടം മഞ്ഞ, അച്ചാറുണ്ട് ചുമപ്പ് കളറിൽ. കാണാനൊക്കെ നല്ല ഭംഗിട്ടാ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അതും കുഴപ്പമില്ല. ഏത് എപ്പോ? ഇതിപ്പോ നാളികേര ചേർത്തിട്ടുള്ളൂ. അപ്പോഴേക്കും ചേട്ടാ എപ്പോഴാ ടേസ്റ്റ് മതി. അത്ര മതിയല്ലേ? മതി. ഇനി കടുക് വറക്കുക. അതിന് കടുക് വറക്കലാട്ടാ. അപ്പൊ തീ ഓഫ് ചെയ്തു. നാളികേരം അരച്ചത് ചേർത്തിട്ട് അധിക സമയം തീ കത്തിക്കരുത്. പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം. നാളികേരം ഈ അരപ്പ് ചേർത്ത് ഒന്ന് ചൂടായാൽ മതി എന്നാണ് ജയന്തേച്ചി പറയണത്. കാരണം തേങ്ങ വേവണ്ട. തേങ്ങ വേണ്ട, വെളിച്ചെണ്ണ ഇറങ്ങുന്നല്ലേ പറയുന്നത്. വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളകും വേണം. പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ? അങ്ങനത്തെ ഒന്നും വേണ്ട. നല്ല എരിവുണ്ട് കേട്ടോ. വാ, ആ കാന്താരിമുളകിന്റെ ടേസ്റ്റ്. ഇതും പച്ചമോരും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇനി പച്ചമോരുണ്ട് ഫ്രിഡ്ജില്, പക്ഷെ മഴക്കാലല്ലേ, പിടിക്കണ്ട. അടിപൊളി, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ട് നമ്മുടെ കറിയില്. എന്തുട്ടാ? പുഴുക്കില്. മഴക്കാലത്ത് പറ്റിയ സാധനം. ഇതും കട്ടൻ ചായയും കൂടി ഇങ്ങനെ ഇത് കഴിക്കാൻ ശരിക്കും. ഞാൻ വൈകുന്നേരം വന്നതാ കഴിക്കും. അതെ, ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടില്ല, പകരം പുഴുക്ക് കഴിക്കും. വൈകുന്നേരം വന്ന ചായ ഉണ്ടാക്കി വീണ്ടും പുഴുക്ക് കഴിക്കും. ഈശ്വര, എന്റെ ഈ സ്റ്റീൽ പൊടിയുടെ രഹസ്യം മുഴുവൻ പോരെ. മതിയില്ലേ? മതി. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ, പക്ഷെ എനിക്ക് ഇഷ്ടം. ഒരു ആൾക്കാർക്കൊക്കെ ഇഷ്ടാവൂലേ? ആയിരിക്കും, അങ്ങനെ പറയലില്ല. എനിക്കിഷ്ടാ. മതി. എനിക്കിഷ്ടമായതുകൊണ്ടാണല്ലോ ഞാൻ അത് ഉണ്ടാക്കാൻ പറയാം. വരട്ടെ, വെള്ളം വരില്ല. എനിക്കും ഇത്തരം സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചേമ്പ് രക്ഷയില്ല, എനിക്ക് ഇഷ്ടമല്ല. അതാ ചേമ്പില്ലേ വായില് വഴുവഴുപ്പുള്ള കാരണം കൊണ്ടാ എനിക്കത് തീരെ ഇഷ്ടമില്ല. പക്ഷെ ചെറുചേമ്പും മോരും കൂടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടാട്ടോ. മതി. അതിലെ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ട് ഇതാക്കാം, കഴിക്കും. അതിലെ ചക്കക്കുരു ഇഷ്ടമല്ല. ചക്കക്കുരു മാങ്ങി കറി വെച്ചാ ചക്കക്കുരു ഇഷ്ടമല്ല, പക്ഷെ കറി കഴിക്കും. ചക്കക്കുരു മാറ്റി വെച്ചിട്ട്. അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടില്ല, കുഴപ്പമില്ലാന്ന് കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കോളൂല്ലേ. വേപ്പിന്റെ ഇല വേണ്ടേ? വേപ്പിന്റെ ഇല അതിലിട്ടുണ്ടല്ലോ. പിന്നെ ഇനി കാച്ചണേല വേണ്ട. കാച്ചണേല ഇനി വേപ്പിന്റെ ഇല ഇടില്ല. വേപ്പിലുണ്ട്. ആ പച്ച വേപ്പിലിടണ മണവും വറുത്ത വേപ്പിലിടണ മണവും വേറെ വ്യത്യാസമുണ്ട്. ഇതിന്റെ മണവും വേറെ ടേസ്റ്റ് അല്ലേ? വേറെ ടേസ്റ്റാ. അതില് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് എടുക്കാം. കറിയില് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും മാത്രം ഒഴിച്ചിട്ട് എടുക്കാം. ഇത് കാണുന്ന ഒരു ഭംഗിയാണല്ലോ. ഇങ്ങനെ കാച്ചണേന് പകരം പച്ച വെളിച്ചെണ്ണ മാത്രം കറിവേപ്പില ഉപയോഗിക്കാം. കഴിഞ്ഞില്ലേ? പൊട്ടി. വറ്റൽമുളക് ഇടുന്നു.
അയ്യോ ഇല മുറിക്കേണ്ടി വരും ചോറിനാൻ. ഇല മുറിച്ച് എളുപ്പമായി. ആ ചേട്ടൻ അവിടെ വിരിച്ചു ഒക്കെ പറഞ്ഞ ഇല മതി. ഇതിലേക്ക് തട്ടുന്നു. മറ്റേ ഇല ഇത് എത്ര പേര് നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടുന്ന അറിയില്ല കേട്ടാ ഈ കൂട്ടാൻ. പക്ഷെ ദിനേശന് ഇഷ്ടം. അതെ, അവന് ഇത്തരം സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടം. നാടൻ സാധനങ്ങളല്ലേ, കാണാൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി, അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ട്, ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോ ഉണ്ട്. ഇത് നമ്മളെ എപ്പോഴാ കഴിച്ചിട്ടുള്ളത്? ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നപ്പോഴാണോ? അന്ന് എന്തോ പരിപാടിക്ക് വന്നപ്പോ ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ഇല്ല അല്ലേ? എപ്പോഴും കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മ. ഉണ്ടാക്കി കൊണ്ടുവന്നതാണോ? എന്നാ കൊണ്ടുവന്നുണ്ടാവും, അതായിരിക്കും. അപ്പൊ നമുക്ക് അകത്തി പോവാം, ചോറിനാൻ പോവാം. ചേട്ടാ അവിടെ ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി സാധനം എന്ന് പറയാൻ ഒന്നുമില്ല, ചോറ്, സാമ്പാർ, പപ്പടം, അച്ചാർ, ഇത്ര. പിന്നെ ഇതും എന്തിനധികം പോരെ പോരെ, നമ്മൾ പോരെ. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. ഇവിടെ ചോറ്, പിന്നെ ഈ മറ്റേ കൂട്ടാൻ, ഇപ്പന്നെ ഉണ്ടാക്കിയ കൂട്ടാൻ, പിന്നെ ജയന്തിയുടെ സാമ്പാർ, പിന്നെ മാങ്ങാച്ചാറ്, പപ്പടം, വെള്ളം. മഴകാരുടെ ഇല മുറിക്കാനായിട്ട് ഞാൻ അവിടേക്ക് പോകണം, അല്ലെ ചേട്ടൻ്റെ അവിടേക്ക്. അപ്പൊ അത് കാരണം ഇവിടെ വാങ്ങിച്ചിരിക്കണത് എടുത്തിട്ട് നമ്മൾ ചോറിനാണ്. എല്ലാവരും വിളമ്പിരിക്കാണ് ചെയ്യുന്നത്. ഇത് ജഗ്ഗുവിന് ശരിക്ക് വാഴലയിലാണ് ഇത് ചോറിനുണ്ടത്, എല്ലാ വക സാധനങ്ങളൊക്കെ കൂടി ചേർത്തിട്ടേ. പക്ഷെ വാഴല മുറിക്കാൻ പോണ്ടേ. ഞാൻ പിന്നെ ചോറിൻ്റെ എന്നാലും ചോറിൻ്റെ ഇങ്ങനെ ക്ഷീണം വരും. ദിനേശിന് പപ്പടം വേണ്ടേ? ഈ ചോറിന് കഴിഞ്ഞിട്ടേ പിന്നെ റിയ വരാണ്ട്, പിന്നെ ശശി, ഇവരൊക്കെ കുറെ റിഹേഴ്സലുണ്ട്. അത് കാണിക്കുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ശശിയേട്ടൻ വരില്ലേ? ശശിയേട്ടൻ ഭയങ്കര പനിയാണ്. ചിരിപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞൊരു നാടകം. ആരാ കളിക്കുന്നത്? ദിനേശൻ കളിക്കില്ല. ദിനേശൻ കളിക്കിട്ട. അതും കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ ജയന്തിയുടെ പുഴുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയും. എന്നാ പറഞ്ഞ ചേട്ടനടക്കം പുഴുക്ക് അടിപൊളി രസല്ലേ? സിമ്പിൾ എന്നാ ഭയങ്കര പവർഫുൾ. കേക്കില്ലേ? മത്തങ്ങയും കൊള്ളിയും കൂടിയിട്ടുള്ള കോംബോ ആദ്യമായിട്ടാണ് കഴിക്കണെന്നാണ് അവര് പറഞ്ഞത്. ഇതിന്റെ ടേസ്റ്റ് അല്ലേ? അല്ല, എന്നാലും കഴിക്കുമ്പോ കഴിക്കാൻ പറ്റണ്ട, അതാണ് ചോദിച്ചത്. വേണ്ട തന്നെ. ഞാൻ ചോറ് അധികം എടുത്തിട്ടില്ല, ഞാൻ ഈ പുഴുക്കാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടാ. കൊള്ളി ഇഷ്ടമുള്ളവർക്ക്. ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം മഴ പെയ്തു തോർന്നു. റിഹേഴ്സൽ നടന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഒന്ന് കിടന്നു മയങ്ങി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിനേശൻ നമുക്ക് വേണ്ടിയിട്ടൊരു നാടകം അവതരിപ്പിക്കാൻ പോവാണ്. ഒരു സോളോ പെർഫോമൻസ്. ചിരിപ്പെട്ടി എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. ഇതിൻ്റെ സംവിധാനമൊക്കെ ആരപ്രമേട്ട രജനി സംവിധാനമൊക്കെ തന്നെ ഉണ്ടായി വന്നിട്ടുള്ളതാവും അല്ലേ? ഇത് തന്നെ നമ്മളിങ്ങനെ ഈ സൺഡേ ബാച്ചുകളൊക്കെ ഇല്ലേ, നാടകം പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെത്താൻ ഇംപ്രവൈസ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു സാധനമാണ് കേട്ടാ. ഒന്നുമില്ല, സംഭാഷണം ഒന്നുമില്ലല്ലോ. അപ്പം അത് കാണാം നമുക്ക്. അതേ ദിനേശൻ താടിക്ക് കയ്യും കൊടുത്ത് നിൽക്കുന്നുണ്ട്, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച്. രംഗേനയുടെ ഇംപ്രവൈസ്ഡ് നമ്മളിങ്ങനെ പഠിക്കില്ലേ, അപ്പം അതിൻ്റെ ഇടയിൽ എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണിത്. ഇതിൻ്റെ പേര് ചിരിപ്പെട്ടി എന്നാണ്. ഇത് ശരിക്കും ഇത് അധികമായിട്ട് കളിച്ചിട്ടുള്ളത് കോഴിക്കോട് സുധീഷിൽ, നമ്മുടെ സിനിമാ നടൻ സുധീഷ്, ആളുടെ അച്ഛനുണ്ടായിരുന്നു, ഗംഭീര നടനാണ്. ആളാണ് ഈ നാടകം ശരിക്കും ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നണം കേട്ടാ. കുളൂരാന്ന് തോന്നുന്നുണ്ട് ഈ നാടകം കണ്ടുപിടിച്ച ആൾ, ജയപ്രകാശ് കുളൂരിൻ്റെ ഞാൻ തോന്നുന്നു. നമ്മൾ കുറേ പ്രാവശ്യം കളിച്ചിട്ടുണ്ട്, ദിനേശനെ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടൻറ്റ് ഭയങ്കര രസമുള്ള കണ്ടൻറ്റാണ്. എന്തായാലും നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തായിരുന്നു അത് നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മൾ തന്നെ ഇല്ലാണ്ടായി പോകും എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ കണ്ടൻറ്റ്. സന്തോഷമായാലും സങ്കടമായാലും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാവണം. പ്രശ്നങ്ങളായാലും മറ്റുള്ളവർ ഷെയർ ചെയ്യണം. ഇപ്പം അടുത്ത പയ്യൻ മരിച്ചില്ല, ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആത്മഹത്യകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രസകരമായ വേർഷനാണ് ഇത്. ശരിക്കും ഇതൊരു തിയേറ്ററിക്കൽ വേർഷനാണ്. നമ്മൾ മറ്റു നാടകങ്ങളെ പോലെ ഇത് കാണരുത്. അതൊരു തിയേറ്ററിക്കൽ വേർഷനാണ്. പഠനത്തിൻ്റെ ഇതിൻ്റെ പക്ഷേ ഇത് മനസ്സിലാവും. അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് കിട്ടിയാലും
നമ്മൾ ഷെയർ ചെയ്യുക, സങ്കടമായാലും ദുഃഖമായാലും സന്തോഷമായാലും, അല്ലെങ്കിൽ അത് നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുക. ഇതിൽ ഡയലോഗ്സ് ഒന്നുമില്ല, ഇത് ആക്ടറുടെ ഒരു ശരീരം കൊണ്ടുള്ള പ്രകടനമാണ്. അപ്പോൾ ദിനേശിൻ്റെ പ്രകടനത്തിലേക്ക് സ്വാഗതം. തൊഴിലുറപ്പാട്ടാ, തൊഴിലുറപ്പാരനാ, 2 കളക്കില് തൊഴിലുറപ്പ്. നീ ചായ പിടിച്ചിട്ടാവാം. സജി മുതലെടുക്കണല്ലേ. എന്തോ കിട്ടിയിട്ടാ, എന്തോ കിട്ടിയിട്ടുണ്ട്.
ഗ്രബിന് ഓ പണിയെടുത്ത് വയ്യണ്ടായി. അടിപൊളി അടിപൊളി അടിപൊളി. അല്ലെങ്കിലോ അവസരം മുതലാക്കിയില്ല സജി. അപ്പൊ ഇതാണ് ചിരിപ്പെട്ടി. നാടകം കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും നന്ദി. മീറ്റ് ആർട്ടിസ്റ്റ് ഇതാണ് ഈ നാടകത്തിൽ പ്രിയപ്പെട്ട ദിനേശ് ആർ. നമ്മുടെ കാട്ടൂരയില് രാമനാരായിട്ട് അഭിനയിക്കും. ടൈപ്പ് കാസ്റ്റ് ആണെന്നാണ് എല്ലാവരും സെറ്റ്. താങ്ക് യു. ഇനി വീണ്ടും റിഹേഴ്സൽ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടേ എല്ലാവർക്കും ഒഴിവായതുകൊണ്ട് വൈകുന്നേരം വരെ റിഹേഴ്സൽ ചെയ്യും. അടുത്തന്നെ പിന്നത്തെ ഞായറാഴ്ചയാണ് പ്ലേ. അപ്പോഴത്തേക്കും സെറ്റ് ആവണല്ലോ. അപ്പോൾ വീണ്ടും റിഹേഴ്സലിലേക്ക്.